ഒരു മയ്യത്ത് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള വിലാപങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ വുളിയത്തിൽ ജനാസ, നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് മയ്യത്ത് എടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് മയ്യത്തിന് ആളുകളുടെ അടുത്ത് ചുമലിൽ വെക്കുമ്പോൾ ആദ്യമായി വിലപിക്കുകയാണ് ഒരു മയ്യത്ത്. സ്വന്തം അവന്റെ കൂട്ടുകാരിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മയ്യത്തിന്റെ വിലാപത്തെക്കുറിച്ച് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട പ്രിയതമയിൽ നിന്ന് പ്രിയപ്പെട്ട മക്കളിൽ നിന്ന് ഒരാൾ ഇവിടെ പറഞ്ഞു പോകുമ്പോൾ മഹാനായ നബി പഠിപ്പിക്കുകയാണ്, നല്ല ആളാണ് ഈ പോകുന്നത് എങ്കിൽ കാലത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, ആ മയ്യത്ത് പറയും, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകണം, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകണം. സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കുകയാണെങ്കിലും സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് പ്രിയതമയിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണെങ്കിലും എന്നെ വേഗം കൊണ്ടുപോകൂ എന്നും എന്നെ വേഗം കൊണ്ടുപോകണമെന്നും. ഒരാൾ വന്നുകൊണ്ട് ഇങ്ങോട്ടാ കൊണ്ടുപോണത്, നല്ല വീട്ടിൽ നിന്നും മണ്ണിന്റെ വീട്ടിലേക്കാ കൊണ്ടുപോകണം, അങ്ങോട്ട് തന്നെ വേഗം കൊണ്ടുപോകുകയെന്നാണ് നല്ല മനുഷ്യനാണെങ്കിൽ പറയുന്നത്. ഇനി അത് നല്ലവനല്ലെങ്കിലോ ആ മയ്യത്ത് പറയുന്നത്, നിങ്ങൾ എന്റെ നാശമേ നഷ്ടമേ എന്ന് പറയുകയും എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുകയുമാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ മയ്യത്തിന്റെ ഈ വിലാപങ്ങളെ എല്ലാ ആളുകളും എല്ലാ വേസ്റ്റുകളും അത് കേൾക്കുന്നതാണ്. പക്ഷെ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനത് കേൾക്കൂല. കോട്ടാൻ എന്താ കുഴപ്പമെന്നറിയോ? മഹാനായ നീ പറയാൻ അവനെങ്ങാനും ആ ശബ്ദ കോലാഹലങ്ങളും വിലാപങ്ങളും കേട്ടാൽ അവൻ ബോധരഹിതനായി വീണുപോകും. ഈ രീതിയിലുള്ള വിലാപങ്ങളാണ് ഒരു മയ്യത്തവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ നമ്മളെങ്ങനെ കൊണ്ടുപോരാൻ, മയ്യത്ത് കൊണ്ടുപോരാൻ. ഈ മയ്യത്തിന്റെ വിലാപങ്ങൾ നമ്മൾ കേൾക്കാതെ പോവുകയാണ്. എന്നാൽ അത് ഉണ്ടെന്ന് പഠിപ്പിച്ചത് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണ്. നമ്മൾ ശാന്തമായി വരികയാണ്, നമ്മൾ തൈരീലുമായി വരികയാണ്. പക്ഷെ ഒരു മയ്യത്ത് നമ്മളോട് പറയാം ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്നും. നിങ്ങൾ കണ്ടില്ലേ, വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്തും മദീനയിലൊക്കെ മയ്യത്തുകൾ കൊണ്ടെന്ന് വെച്ചാൽ എത്ര പെട്ടെന്നാണ് ജന്നത്തുൽ ബഖീലേക്ക് അത് കൊണ്ടുപോണത്, ജന്നത്തുൽ മുഅല്ലയിലേക്ക് അത് കൊണ്ടുപോണത്. ഓരോരുത്തർ ആളുകൾ മയ്യത്ത് പിടിക്കുന്നതും വലിയ പുണ്യമാണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. ആളുകൾ ആ മയ്യത്ത് പിടിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുകയാണ്, ഓരോരുത്തർ കൊണ്ട് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അജ്ജിലൂ എന്നും. ആളുകളെ മയ്യത്ത് മരണപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ മയ്യത്ത് പെട്ടെന്ന് കൊണ്ടുപോകണം. കാരണം എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള മയ്യത്ത് ഖദ്ദിമൂനി എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂൽ എന്തിനാ നിങ്ങളൊരു മയ്യത്തിനെ വെറുതെ തടഞ്ഞു വെക്കുന്നത്? അത് സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ എന്തിനാ നിങ്ങൾ തടയുന്നത്? നേരെ മറിച്ച് മറ്റവനാണെങ്കിലോ എന്തിനാ നിങ്ങളത് വെറുതെ പാത്രം കൊണ്ടുപോയി മറവ് ചെയ്തോളൂ. എന്നാലും നിങ്ങളെ മയ്യത്തുമായി പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇങ്ങനെ വിലാപങ്ങളുണ്ട്, അത് നമ്മൾ മാത്രം കേൾക്കുന്നില്ല എന്നാണ്. എന്നാലോ മനുഷ്യന്മാരല്ലാത്തത് മുഴുവനും അത് കേൾക്കുമെന്നാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. മയ്യത്തിന്റെ വിലാപങ്ങൾ കേൾക്കുന്നവരെല്ലാവരും കേൾക്കും. അവരെല്ലാ വസ്തുക്കളും മനുഷ്യൻ കേട്ടാൽ അവൻ ബോധരഹിതനായി മാറും. തന്നെയുമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഹാദിൽ ഉമ്മ തുബ്തല ഫീ ഖുബൂരിഹാ, ഖബറുകളിലും ഈ മനുഷ്യന്മാരെ പരീക്ഷിക്കപ്പെടുമെന്ന്. ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാലും അങ്ങനെ തന്നെയാണ്. എന്നിട്ടോ നിങ്ങൾ മയ്യത്ത് മറമാടൂല എന്നുണ്ടായില്ലെങ്കിൽ, അഥവാ നിങ്ങൾ അത് മറമാടാതിരിക്കുമെന്ന് പേടിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഖബറകങ്ങളിലേക്ക് മയ്യത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ ഖബറകങ്ങളിൽ പെട്ടുകൊണ്ടുള്ള മയ്യത്തിന്റെ ഒരു വിലാപമുണ്ട്. ആ വിലാപം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ബോധരഹിതരായി വീണു പോകും.
നിങ്ങൾക്കത് കേൾക്കണമെന്ന് ഞാൻ ദുആ ചെയ്യുമായിരുന്നു. പക്ഷെ ദുആ ചെയ്താലോ, നിങ്ങളെ ശബ്ദങ്ങൾ കേട്ടാലോ, ഒരു മയ്യത്ത് കൊണ്ടുപോയി കബറകങ്ങളിലേക്ക് വെച്ചാൽ ആ മയ്യത്തിന്റെ ഈ ശബ്ദ കോലാഹലങ്ങൾ കേട്ടാലോ പിന്നെ നിങ്ങൾ ഒരാളെയും മറമാടാൻ കിട്ടൂല. നബി മുഹമ്മദ് മുസ്തഫ അത്ര ഭയാനകമാണ്, അത്ര ദയനീയമാണ് ഓരോ മയ്യത്തിന്റെയും വിലാപങ്ങൾ എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി വെക്കണം. എന്താ അവസ്ഥ അറിയോ? നമ്മളൊന്നും കേൾക്കുന്നില്ല, കാണുന്നില്ലാത്തത് കൊണ്ട്. നേരെ മറിച്ച് ഒരു പക്ഷെ ഒരു മയ്യത്തുമായി കൊണ്ടുപോകുമ്പോൾ മൃഗങ്ങൾ ഒരു പക്ഷെ കദ്ദിമൂനി എന്ന് കേൾക്കും. അതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടാൻ സാധ്യതയുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മൃഗങ്ങൾക്ക് പ്രത്യേകമായ ഭയവിഹരനാവാറുണ്ട്. എന്താ കാര്യം എന്നറിയോ? അവർ ആ ശബ്ദങ്ങൾ കദ്ദിമൂനി എന്ന ശബ്ദം കേൾക്കുകയാണ്. മനുഷ്യന്മാര് കേട്ടാലോ മനുഷ്യന്മാര് ബോധരഹിതായ ഗുണവും ഒരു മയ്യത്തും ചുമന്ന് വീട്ടിൽ നിന്ന് വരുമ്പോഴുള്ള വിലാപങ്ങളാണത്. ആര് കേൾക്കാനായിനിയത്? അല്ലാഹു റസൂൽ പറയാൻ നീ കബറ് കൊണ്ടുപോയി വെച്ചാലോ, അത് കബറ് കൊണ്ടുപോയി വെച്ചാൽ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഇനി അവനുള്ള ഏക പ്രതീക്ഷ എന്താണെന്നറിയാം നിങ്ങള്? എന്റെ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയാണ്. എന്റെ കുടുംബം എനിക്ക് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പ്രതീക്ഷയാണ്. സ്വന്തം മക്കൾ, സ്വന്തം മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത് മക്കളെയാണ്. ഉമ്മമാര് മരണപ്പെട്ടവർ എന്റെ മുമ്പിലുണ്ട്, ഭാര്യമാര് മരണപ്പെട്ടവർ, സഹോദരങ്ങൾ മരണപ്പെട്ടവർ, മക്കൾ മരണപ്പെട്ടവർ ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആരെങ്കിലും അവരെ കുറിച്ച് ഈ രീതിയിൽ ചിന്തിക്കാറുണ്ടോ? എന്റെ പ്രിയപ്പെട്ട മാതാവ് ഞാൻ അവിടെ പോയാലും എന്നെ വിളിച്ചുകൊണ്ട് അന്വേഷിച്ച് ഞാൻ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചിരുന്ന പ്രിയപ്പെട്ട മാതാവ് ഇന്നെന്നെ പ്രതീക്ഷിക്കുന്നത് എനിക്കെന്തെങ്കിലും എന്റെ മോൻ തരുമോ എന്ന ഈ ഒരു പ്രതീക്ഷയോടെ കിടക്കുകയാണ്. അല്ലെങ്കിൽ അവന്റെ സുഹൃത്തിന്റെ ആരെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയോട് കിടക്കാൻ അവന് എന്തെങ്കിലും കിട്ടിയാൽ സ്വന്തം മോൻ അവന്റെ വീട്ടിൽ നിന്ന് യാസീൻ ഓതി ദുആ ചെയ്തു, അല്ലെങ്കിൽ സദഖ കൊടുത്തു, അല്ലെങ്കിൽ സ്വന്തം പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി അങ്ങനെ എത്തിയാൽ അവനോട് ചേർന്നാൽ കാനത് അഹബ്ബ ഇലൈഹി മിനദ് ദുനിയാ വമാ ഫീഹാ, അവന് ദുനിയാവിനെക്കാളും ദുനിയാവിലുള്ള എല്ലാത്തിനെക്കാളും അവന് സ്വന്തം ഖബറങ്ങൾ കടക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ സദഖകളാണ്, നമ്മുടെ ഖുർആൻ പാരായണങ്ങളാണ്, നമ്മുടെ ദിക്റുകളാണ്, നമ്മുടെ ഇസ്തിഗ്ഫാറുകളാണ്. ഈ മയ്യത്ത് നമുക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തു കിടക്കുകയാണ്. തന്നെയുമല്ല മഹാനായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവ് നമ്മൾ കാണുന്ന സുഹൃത്താണ്. ധാരാളം സുഹൃത്തിന്റെ ഖബറൻ അവിടെ ചെല്ലുമ്പോൾ ആ സുഹൃത്ത് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ അവന്റെ ഖബറിന്റെ അടുത്ത് വരുമ്പോഴാണ്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ. കാരണം ഇവരൊക്കെ വളരെ വിഷയങ്ങളിലാണ്, മുങ്ങി ഇങ്ങനെ പോകുന്നത് പോലെ പ്രയാസത്തിലാണ്. നമ്മളതറിയാതെ പോയത് കൊണ്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാതെ പോയി. ആദ്യമൊക്കെ ഉമ്മാന്റെ ഖബറിന് ഓരോ ആഴ്ചയിലൊക്കെ പോയിരുന്നു, പിന്നെ ഓരോ ദിവസമൊക്കെ പോയിരുന്നു, പിന്നെ 2 ദിവസമായി, പിന്നീട് ഇതില്ലാതെ പോയി. ഈ മാതാപിതാക്കൾ ഖബറടക്കം ചെയ്ത അന്നത്തെ അതേ പ്രതീക്ഷയിലാണ് വർഷങ്ങൾ എത്ര മാറി മാറി വന്നാലും ഉള്ളത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. എന്റെ ഉമ്മാനെ പന്ത് കൊണ്ടുപോയി വെച്ചില്ല എന്ന് വലിയ ദുഃഖമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ദുഃഖം മാറിയാലും സ്വന്തം പ്രിയപ്പെട്ട മാതാവിന്റെ സ്വന്തം മോനോട് സ്വന്തം മോളോടുള്ള പ്രതീക്ഷയുണ്ടല്ലോ, ആ പ്രതീക്ഷക്ക് മങ്ങലേൽക്കൂല, അത് പഴയതായി പോകൂല. എന്നും മോനെ മാത്രം ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന മാതാപിതാക്കൾ പള്ളിക്കാട്ടിലുണ്ടെങ്കിൽ അവരെ പോയി സിയാറത്ത് ചെയ്യാൻ, അവർക്ക് അവിടെ വിലാപങ്ങൾക്ക് സമാശ്വാസം നൽകാൻ സ്വന്തം മക്കൾക്ക് സാധിക്കും. ആന്മർ പറഞ്ഞില്ലേ, എന്റെ കുടുംബങ്ങളൊക്കെ എന്റെ ഖബറിന്റെ ചാരം നടക്കുകയാണ്, ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും ഇരുന്നിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് സന്തോഷത്തോടെ സംസാരിച്ചിരുന്നവർ ഞാൻ കിടക്കുന്ന മണ്ണിൽ കിടക്കുമ്പോൾ എൻ്റെ ചാരത്തൂടെ സഞ്ചരിക്കുകയാണ്. ആരും എന്നൊന്ന് അറിയ പോലും ചെയ്യുന്നില്ലല്ലോ എന്ന്
അതുകൊണ്ടാണ് ഒരു മയ്യത്ത് അടക്കം ചെയ്താൽ നമ്മൾ ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ വിലാപങ്ങൾക്ക് സമാശ്വാസം നൽകാൻ നമുക്കേ സാധ്യമാകൂ, അല്ലാതെ ഒരാൾക്കും പറ്റൂല എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തങ്ങൾ വകാന മുഹമ്മദുർ റസൂലുള്ളാഹ് ഇദാ ഫറഅ മിൻ ദഫനിൽ മയ്യിത് വഖഫ അലൈഹി ഫഖൽ അസ്തഗ്ഫിറൂ ലി അഖീകും സുമ്മ ലഹു ലഹു തസ്ബീഹ് ഫഇന്നഹു അൽആന യുസൽ. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖബറിന്റെ അടുത്ത് പോയിട്ട് പറയും, പിന്നെ നിങ്ങളെ മയ്യിത്തുണ്ടല്ലോ, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ ഈ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. അത് അപ്പം മാത്രമല്ല, ഏത് സമയത്ത്. നമ്മളൊക്കെ ഓരോ വെള്ളിയാഴ്ചയും ഖുതുബയിൽ നമ്മൾ റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജിൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥന മൊത്തത്തിലുള്ള പ്രാർത്ഥനയാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നടത്തണമെന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നോക്കൂ, നിങ്ങൾ എന്നും കിട്ടുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും നമ്മൾ ഇവിടെ സുബഹി നമസ്കാരം നിർവഹണം കഴിഞ്ഞാൽ യാസീൻ ഓതുകയാണ്. ആർക്കെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവർ, ഞാൻ പറയുന്നത് ഒരു ദിവസം ഒരു സുബഹി നമസ്കാരത്തിന് വന്ന് സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും വന്ന് യാസീൻ ഓതി പോകാൻ കഴിവിന്റെ പരമാവധി പറ്റുന്നവർ ഇരിക്കണമെന്നാണ്. ഓരോ ദിവസവും നമ്മൾ യാസീൻ ഓതുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ആർക്കെന്നറിയോ? നമ്മളെ വെള്ളത്തിൽ മുങ്ങി ഒരു പിടിവള്ളി കിട്ടുന്നത് പോലെ നമ്മൾ ഓതുന്ന യാസീൻ കൊണ്ട് സ്വന്തം മാതാപിതാക്കൾക്ക് ഗണമുണ്ടെങ്കിൽ ഒരു വള്ളി ഇട്ട് കൊടുക്കാൻ, സ്വന്തം മാതാവ്, സ്വന്തം പിതാവ്, സ്വന്തം കുടുംബങ്ങളുടെ ഒരു വെള്ളത്തിൽ മുങ്ങി താവുമ്പോൾ ഒരു വള്ളി ഇട്ട് കൊടുക്കാൻ മനസ്സിനകത്ത് കുറച്ചെങ്കിലും അവരോട് മഹബത്തുണ്ടെങ്കിൽ ശ്രമിക്കൂലേ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എങ്ങനെയാണ്? വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നവനെ പോലെയാണ്. എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ കബറകങ്ങളിൽ കിടക്കുന്ന, മണ്ണോട് ചേർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു പിടിവള്ളി കൊടുക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ പിന്നെ എന്തൊരു ബാധ്യതയാണ് നമ്മൾ അവരോട് നിർവഹിച്ചത്. ഇനി പള്ളിയിൽ തന്നെ ആവണമെന്നില്ല, പോകുമ്പോഴും മതി. ഓരോ ദിവസവും നേരം വീഴും നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ വിലാപങ്ങൾക്ക് സമാശ്വാസം നൽകാൻ നമുക്ക് സാധ്യമാകണം. അത് ആരാന്നറിയോ? നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്, നിന്റെ പ്രിയപ്പെട്ട പിതാവാണ്, നിന്നെ കാണാതിരിക്കാൻ പറ്റാതെ, നിന്റെ പ്രിയപ്പെട്ട കാണാതെ ബുദ്ധിമുട്ടുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും നിന്റെ കുടുംബവും നിങ്ങളുടെ മക്കളുമാണ്, സഹോദരങ്ങളാണ്. അവരാണ് കിടക്കുന്നത്. അവർക്കൊരു പിടിവള്ളി കൊടുക്കാനുള്ള മനസ്സ് നമുക്കില്ലാതെ പോയാൽ നമ്മളെപ്പോഴും ഓടുകയാണ്. അവരെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. നമ്മളെ ബിസിനസ്സുമായി നടക്കുകയാണ്. ഖബറുകൾ അടുത്തേക്ക് ഒരു വെള്ളിയാഴ്ച പോലും പോകാതെ എത്ര മക്കളുണ്ടെന്നാണ്. നിങ്ങൾ കുഴപ്പമുണ്ടായിട്ടല്ല. ഒരു ഉമ്മാന്റെയും ബാപ്പാന്റെയും ഖബറിനകത്തേക്ക് പോയി അവിടെ പോയി സിയാറത്ത്, എത്ര ദൂരെ നിന്നെങ്കിലും ആളുകൾ അങ്ങോട്ട് വരാൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ വലൈലത്തുൽ ജുമുഅ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബ്രി എന്നും. വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലും മരിച്ച ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവുണ്ടാകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഒരു ഇളവ് ഖബർ ശിക്ഷയിൽ നിന്നുള്ളതാണ്. മറ്റൊരു കാണാം, മൻസറ ഖബറ ബവൈഹി, മാനി ബാപ്പാനെയും ഖബറിൽ ചെന്ന് അവരുടെ ഈ വിലാപങ്ങൾക്ക് സമാശ്വാസം കൊടുത്താൽ ഫീ കുല്ലി ജുമുഅ, ഓരോ വെള്ളിയാഴ്ചയും ഗഫറല്ലാഹു ലഹു വകാന ബാറൻ ലിവാലിദൈഹി. വെള്ളിയാഴ്ച മാനി ബാപ്പാനെയും ഖബറിൽ പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരവരുടെ മാതാപിതാക്കളോട് ഒരു ഗുണവും ചെയ്തില്ല എന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒരു മോന് ഒരു വെള്ളിയാഴ്ച ഒരു പള്ളി പോട്ടെ, ഓരോ ദിവസവും പോട്ടെ, ഒരു വെള്ളിയാഴ്ച ഉമ്മാന്റെ വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് പോകാൻ പറ്റൂലെങ്കിൽ എന്താണുള്ളത്? കുറെ വിദേശത്താണ്, ഗൾഫിലുള്ളവരുമായി നമ്മൾ ബന്ധപ്പെടുകയാണ്. അവരോടൊക്കെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഉമ്മ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് അറിയുന്നില്ല. ഉമ്മാന്റെ അവസ്ഥ എന്താണ്, വാപ്പാന്റെ അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല. ഒരു സംവിധാനങ്ങളുമില്ല. ആധുനിക സംവിധാനം ശാസ്ത്രീയമായി എത്ര പുരോഗതിച്ചാലും, എത്ര വലിയ പുരോഗതി പ്രാപിച്ചാലും 6 അടി മണ്ണിന്റെ ഉടമകളായി കിടക്കുന്ന വിദേശികൾ തന്നെയാണ്. അവർ വിദേശികളാണ്, ബന്ധപ്പെടാൻ ചാൻസുകളില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് അവസ്ഥ അവിടെ, ഇത് കാണാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അത് എന്ന് പറഞ്ഞാലേ വൈബിയായൊരു വിശ്വാസമാണത്. മൂമിൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവനാണ്, അവനാണ് മൂമിൻ എന്ന് പറയുന്നത്. അവരാണ് മൂമിൻ. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ.
യൂക്കിന് കടുത്ത രീതിയിലുള്ള ശക്തമായ യക്കീനുറപ്പുണ്ട് ഖിയാമത്ത് നാളും അതിനുശേഷവും ഖബർ സംബന്ധമായി. ഇതൊക്കെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെഞ്ചുണ്ടകൾ ഒരിക്കൽ പോലും അധർമ്മത്തിലേക്ക് കളവിന്റെ ലാഞ്ചന പോലും മേശാത്ത പുണ്യ നബി മുഹമ്മദ് മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളാണ്. എന്തിന് പിന്നീട് നമ്മൾ സംശയിക്കണം? അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഉമ്മാക്ക് ഗുണം ചെയ്ത മോനോ ഒരു പക്ഷെ ഉമ്മാനെ നോക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഉമ്മാനോട് എന്തൊക്കെയോ വെറുപ്പുണ്ടായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. അങ്ങനെ മക്കളുണ്ടാവും. ഇനി രക്ഷയില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, വാവൻ ഈ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിൽ പ്രിയപ്പെട്ട മാതാവിനോട് എന്തെങ്കിലും വെറുപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ നിന്നവന് മോചനം നേടാനുള്ള ഏറ്റവും വലിയ പോംവഴി അവന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കലാണോ എന്നും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഖബറിലുള്ള ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സന്ദേഹവുമില്ല. വിദേശികളായി കടക്കുന്ന ഖബറുകൾ കടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ എന്ത് പറഞ്ഞാലും അവരെ വിവരം അറിയാൻ സംവിധാനങ്ങളില്ലാതെ പോയി. അതുകൊണ്ട് മഹാന്മാര് പാടിയത് ലൈസൽ ഗരീബു ഗരീബശാമി വൽ യമനി ബാലിൽ ഗരീബു ഗരീബുൽ ലഹദി വൽ കഫനി. ഇതൊരു വലിയ കവിതയായത്. ലൈസൽ ഗരീബു ഗരീബശാമി വൽ യമനി. അന്നത്തെ ഭാഷയാണ്. ഷാമിലും യമനിലുമുള്ള ആളുകൾ അവരൊന്നും വിദേശികളല്ല. ഇന്ന് UK യിലുള്ളവരാണെങ്കിലും അന്റാർട്ടിക്കയിലുള്ളവരാണെങ്കിൽ പോലും അവരോട് ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട്. അവരൊക്കെ ഒന്നും വിദേശി എന്ന് പറയില്ല. നമ്മൾ പറയും അവിടെ അവർ വിദേശത്താണെന്നാണ്. പക്ഷെ അവരല്ല വിദേശികൾ. ലൈസൽ ഗരീബു ഗരീബശാമി വൽ യമനി. അവിടെ പോയി അമേരിക്കയിലാണ്, ബ്രിട്ടനിലാണ്, ലണ്ടനിലാണ്, അന്റാർട്ടിക്കയിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളിടത്താണ്, ഫ്രാൻസിലാണ്, ബ്രിട്ടനിൽ എവിടെയാണെങ്കിലും പോലും വിദേശിയല്ല. ഓൻ വിദേശത്താന്ന് പറയണ്ട. അതൊക്കെ എപ്പോഴും നമുക്ക് കണക്ഷൻ, ഏത് സന്ദർഭങ്ങളിലും വിവരം അറിയുന്നു, ഒക്കെ അറിയുന്നു. അവൻ പോയതറിയുന്നു, വന്നതറിയുന്നു. മുഖാമുഖം സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗമനം പ്രാപിച്ച ഈ കാലത്ത് നമുക്ക് കഴിയുമെങ്കിൽ ഖബറകങ്ങളിലുള്ളവരെ വിവരം പറയാൻ, അവരുടെ വിലാപങ്ങൾക്ക് അർത്ഥം കാണാൻ ആധുനിക സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മളെ വിദേശി എന്ന് പറഞ്ഞ ഇവരല്ല. പക്ഷെ ആരാന്നറിയോ? ബാലിൽ ഗരീബു ഗരീബുൽ ലഹദി വൽ കഫനി. മഹാന്മാർ പറയാൻ വിദേശി എന്ന് പറഞ്ഞാൽ ഗരീബുൽ ലഹദി. നമ്മൾ ഒരു ചെറിയ അരയടി മണ്ണിന്റെ ഉടമയായ ഒരു ചെറിയ കുഴി കുത്തിയിട്ട് അതിൽ കടത്തുകയാണ് മാതാപിതാക്കളെ. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴുള്ള അവസാനത്തെ വസ്ത്രമായ കഫം മുടയുമായി അവനെ കൊണ്ടുപോയി ഈ ഖബറിൽ വെച്ചാൽ അവനാണ് വിദേശി. ഇനി ഉമ്മാനോട് ബന്ധപ്പെടാൻ, സ്വന്തം പിതാവിനോട് ബന്ധപ്പെടാൻ നമുക്ക് യാതൊരു ചാൻസും ഇല്ല. എല്ലാം അവസാനിച്ചു. ഇനി അവരുമായി കണക്ഷൻ സ്ഥാപിക്കാൻ നമുക്ക് കഴിയാതെ പോയി. ഉമ്മാന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ അവർ മറുപടി പറഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയാതെ പോയി എന്നുള്ളതാണ്. ആ അവസ്ഥ അറിയാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ പോയി. പക്ഷെ നമുക്ക് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴേ ആ കാണുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള വിലാപങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ പ്രാർത്ഥനയാണ്, സിയാറത്താണ് ഇഷ്ടപ്പെട്ടവർ കാണുമ്പോൾ അവർക്കതിൽ സമാധാനം ഉണ്ടാകുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെ നമ്മളോട് 2-3 സന്ദർഭത്തിൽ നമ്മളോട് കാവൽ ചോദിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ആരാത് ചോദിക്കണത്? ആരാ കാവൽ ചോദിക്കണത്? അല്ലാഹു റസൂൽ പറഞ്ഞു, ഇദാ ഫറഅഹദുകും മിന തശഹുദിൽ അഖീർ ഫല്യതഅബ്ബദ് ബില്ലാഹി മിൻ അർബഅ. അവസാനത്തെ തഹിയ്യാത്തിൽ നിന്ന് നിങ്ങൾ കഴിഞ്ഞാൽ, അവസാനത്തെ തഹിയ്യാത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണം? 4 കാര്യങ്ങൾ നിങ്ങൾ കാവൽ ചോദിക്കണം അല്ലാഹുവിനോട്. 4 കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം അല്ലാഹുവിനോട്. നമ്പർ 1 മിന്നദാബി ജഹന്നം. ശക്തമായ അഗ്നിജ്വാലകളിൽ നിന്ന്, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം നിങ്ങൾ. ആ ചോദ്യമില്ലാതെ പോയാൽ അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് പറയണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ അദാബിൽ ഖബരി. നമ്പർ 1 അദാബുൽ ഖബർ. ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവോട് നിങ്ങൾ കാവൽ ചോദിക്കണം. മൂന്നാമതായി വമിൻ ഫിത്നത്തുൽ മഹ്യാ വൽ മമാതി. ജീവിതകാലത്തും അടവുമുണ്ടാവുന്ന ഫിത്നകളിൽ നിന്നും. നാലാമത്തത് വമിൻ ശർരി ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും.
ഈ 4 കാര്യങ്ങൾ, ഒന്ന് ഖബർ ശിക്ഷയാണ്, മറ്റൊന്ന് നരകത്തിന് രക്ഷപ്പെടലാണ്, മറ്റൊന്ന് ജീവിതകാലത്ത് മറ്റുമൊക്കെയുള്ള ഫിത്നയിൽ നിന്നാണ്, നാലാമത് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ചോദിക്കാതെ നിങ്ങളാരും സലാം വീട്ടരുതേ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ പ്രാർത്ഥന ആരാ നടത്താൻ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ ചെയ്യാൻ. ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. അത് നിസാരമല്ലാത്ത വലിയ ചോദ്യങ്ങളാണ് അല്ലാഹുവോട്. നമ്മളത് ഇപ്പോഴുള്ള ഓടിപ്പാച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മളൊക്കെ നമുക്ക് ഒരു വിഷയമില്ല, ഓടിപ്പോവാൻ പെട്ടെന്നാണ് എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുന്നറിയിപ്പില്ലാതെ നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്ന എത്ര ആളുകൾ നമുക്ക് കാണാവുന്നതാണ്, എത്രയോ ആളുകൾ പോവാൻ. അതുകൊണ്ട് ആ ഖബർ ശിക്ഷയിൽ നിന്ന് കാവല ചോദിക്കണം. പഴയ കാലത്ത് ഉമ്മമാരൊക്കെ ഇശാമാരിന്റെ ഇടയിൽ ഇങ്ങനെ ചെല്ലുന്ന കൂടുതൽ ചെല്ലിയിരുന്നതാണ്. എന്താണെന്നറിയോ? അതതുറ്റ നാളിലെ കൊടുമാപ്പെടുന്ന അദാബിലെ കുലസാക്കണം ഖബറുള്ളിലെ ഉമ്മമാരൊക്കെ ഇശാമാരിന്റെ ഇടയിൽ അന്തപ്പഴയ കാലഘട്ടങ്ങളിൽ അവരൊക്കെ ഈ ഖബർ ശിക്ഷയിൽ നിന്നും ഖബറിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവൽ ചോദിക്കുകയാണ്. അതതുറ്റ നാൾ വരിയിലെ എത്രയോ കാലം അവിടെ കിടക്കണം. കൊടുമാപ്പെടുന്ന അദാബിലെ ശക്തമായ അദാബിന്റെ സ്ഥലമാണത്. ഖുലസാക്കണം ഖബറുള്ളിലെ ഞങ്ങളെ ഖബറിൽ അത് ഞങ്ങൾ രക്ഷപ്പെടുത്തണം. പുറത്തു കൊണ്ടാ എന്ന് എല്ലാവരും ഇതാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഖബർ ശിക്ഷയെ തൊട്ടാണ് കാവൽ ചോദിച്ചിരുന്നത്. എല്ലാവരും അങ്ങനെയാണ്. മഹദിയായ ആയിഷ ബീവി പറയാൻ, സഅൽതു നബിയ അൻ അദാബിൽ ഖബർ ഫഖാല അദാബുൽ ഖബരി ഹഖ്ഖുൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അദാബുൽ ഖബറിനെ കുറിച്ച്. അപ്പോൾ പറഞ്ഞു അദാബുൽ ഖബർ ഹഖാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ ഓരോ നമസ്കാര ശേഷവും അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ശ്രമം നിങ്ങൾ നടത്തണമെന്നാണ് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ പ്രാർത്ഥന. പിന്നെ ഈ മരണപ്പെട്ടു പോയ ആളുകളുള്ള വിലാപങ്ങൾക്കുള്ള അതിന് നമ്മൾ സമാധാനം കൊടുക്കണം. എന്തേ ഈ പള്ളി നടുവിലായത്? എന്റെ ഒരു റോഡ് സൈഡിൽ ആക്കിക്കൂടായിരുന്നു? ഏത് പഴയ പള്ളി 400 കൊല്ലം പഴക്കമുള്ള ഈ പള്ളിക്കാടിന് നടുവിലാണ്. എന്തിനാണെന്നറിയോ? ഏതെങ്കിലും അരുവിലാണെങ്കിൽ സിയാറത്തിനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് പള്ളിക്കാട്ടിന്റെ ഒത്ത നടുവിൽ പള്ളികൾ ഉണ്ടാക്കുന്നത്. ആരെ വിചാരിച്ചെന്നറിയോ? ചുറ്റുഭാഗം കിടക്കുന്ന ആളുകളെ എല്ലാവരും ഒരുപോലെ പോകാൻ, ഒരു പക്ഷേ ദൂരമാണെന്ന് വിചാരിച്ച് പോകാതിരുന്നാലോ എന്ന് മനസ്സിലാക്കിയാണ് പഴമക്കാരായ ആളുകൾ പള്ളിക്കാടിന്റെ ഒത്ത നടുവിൽ പള്ളി ഉണ്ടാക്കി നമസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിച്ചു പറയുമ്പോ 4 ഭാഗത്തുനിന്നും ആളുകൾ വരുന്നത്. വരുമ്പോൾ അവരെ പ്രിയപ്പെട്ടവരെ കിടക്കുന്നുണ്ടാകും. വരുമ്പോഴെങ്കിലും ഒന്ന് അവർക്ക് സലാം പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തും. ഇതാണ് അതിന്റെ കാരണമെന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന മരണപ്പെട്ടു പോയ ആളുകളുടെ വിലാപങ്ങൾ അത് ഭയാനകമാണ്. അത് നമ്മൾ കേൾക്കാൻ കഴിയാത്തതാണ്. കേട്ടാൽ പുണ്യനബി പഠിപ്പിച്ചത് എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കുവാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ എല്ലാമായ ആളുകൾ, അവർക്കുള്ള ഈ കാണുന്ന വിലാപങ്ങൾക്ക് സമാശ്വാസം കൊടുക്കാൻ നമ്മളൊക്കെ മക്കളാണ്. ഇവിടെ ഉള്ളവർ മുഴുവനും ഒരു ഉമ്മാന്റെ മക്കളിൽപ്പെട്ടവരാണ്, ഉപ്പാന്റെ മകനാണ്. ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ മരണപ്പെടുണ്ടാകും. എന്നാലും മരിച്ച പിതാക്കന്മാരെ മക്കളാണ് ഇവർ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വിലാപങ്ങൾക്ക് സമാശ്വാസം കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.